Hi friends, welcome back. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കനറ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്ന മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനായ കനറ ai1 എന്ന മൊബൈൽ ആപ്പ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. മൊബൈൽ ആപ്പിൽ വരുന്ന ഓപ്ഷൻസ്, അതായത് ഫണ്ട് ട്രാൻസ്ഫർ, ബാലൻസ് ചെക്ക് ചെയ്യൽ, അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. കനറ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ഒരാൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന കനറ ബാങ്ക് മൊബൈൽ ബാങ്കിംഗ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൻ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കനറ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഫോണിൽ കനറ ai1 എന്ന ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് വേണ്ടി നമ്മുടെ ഫോണിലുള്ള ആപ്പ് സ്റ്റോർ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മുകൾ ഭാഗത്ത് സെർച്ച് ബാറിൽ കനറ ai1 എന്ന് ടൈപ്പ് ചെയ്ത് ശേഷം സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ താഴെയായിട്ട് നമുക്ക് കാണാം കനറ ai1 മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ അതൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇവിടെ സ്ക്രീൻഷോട്ടുകളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടുന്ന് ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മളെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനെന്നുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ആയി വരുന്നവരെന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ ഓപ്പൺ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതോട് കൂടെ നമുക്ക് ഇതുപോലൊരു വാർണിംഗ് മെസ്സേജ് വരും, നോട്ടിഫിക്കേഷൻസ് അലോ ചെയ്യാനോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അലോ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ടൊന്ന് അലോ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അവിടെ സ്കിപ്പ് കൊടുത്തോ നമുക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് കൊടുത്തോ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അവിടെ നമ്മൾ നെക്സ്റ്റ് എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടെന്നുള്ളതാണ് പറയാം. അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് നോ എന്നുള്ള ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ വെരിഫൈ മൊബൈൽ നമ്പർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ ഫോണിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തിട്ടുള്ള അതേ മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. നമ്മുടെ മൊബൈലിൽ നിന്നൊരു SMS സെൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ സിം സെലക്ട് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ മൊബൈലിൽ നിന്ന് നമുക്കൊരു SMS സെൻഡ് ആവും. ഇവിടെ നിന്ന് നമ്മുടെ സിമ്മ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തുള്ള സിമ്മ് ഏതാണോ, ഇപ്പോൾ 2 സിമ്മൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിമ്മ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു SMS സെൻഡ് ചെയ്യാനുണ്ട്. നമ്മുടെ സിം കാർഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നതോട് കൂടെ നമ്മളിങ്ങനെ നമ്മുടെ മെസ്സേജ് ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കും. ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് സെൻഡ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആ പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മൾ ആ മെസ്സേജ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ മെസ്സേജ് സെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നമ്മുടെ മെസ്സേജ് സെൻഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ആ സിമ്മിൽ ഒരു മിനിമം ബാലൻസ് ഉണ്ടായിരിക്കണം. അടുത്ത സ്റ്റെപ്പായി വരുന്നത് OTP ഓതൻറ്റിക്കേഷനാണ്. അപ്പോൾ നമ്മുടെ ഫോണിലോട്ട് നമുക്കിപ്പോൾ ഒരു OTP വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ മെസ്സേജ് സെൻഡ് ചെയ്യുന്നതോട് കൂടെ നമുക്ക് വന്ന OTP എൻ്റർ 1 ടൈം പാസ്വേഡ് എന്നുള്ള ഈ ഭാഗത്ത് നമ്മൾ ആ ഒരു OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്നത് ക്രിയേറ്റ് പാസ്കോഡ് എന്നുള്ളതാണ്. ഇവിടെ നമ്മളൊരു 5 അക്ക പിൻ നമ്പർ നമ്മളത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു പിൻ നമ്പറാണിത്. അപ്പോൾ ഈ ഒരു 5 അക്ക പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും റീ എൻ്റർ എന്നുള്ളത് വരുന്നുണ്ട്. അവിടെ റീ എൻ്റർ എന്നുള്ള ഈ ഭാഗത്ത് നമ്മൾ ഒരിക്കൽ കൂടെ നമ്മൾ ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. യു ആർ രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി. ഇപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുള്ള ഒരു പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യണം. ഇവിടെ നമുക്ക് കാണാം ലോഗിൻ യൂസിങ് 5 ഡിജിറ്റ് പാസ്കോഡ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു പാസ്കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ടിക്കിലൊന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതോടുകൂടെ നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഇതുപോലെ ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്യാനുള്ള ഒരു വിൻഡോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലൊന്ന് ജസ്റ്റ് അഗ്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഫ്രണ്ട് പേജ് ഇതുപോലെ നമുക്ക് ഓപ്പൺ ആയി വരുന്നതായിട്ട് കാണാം. യു ആർ ലോഗിൻ ഇൻ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് നമുക്ക് അവിടെ കാണാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ ഹോം പേജ് ഉണ്ടായിരിക്കുക. വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് പുതിയ ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈ മുകൾ ഭാഗത്ത് കാണുന്ന ഈ ഒരു റൗണ്ടിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ നമുക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. അവിടെ നമ്മുടെ നെയിം, മൊബൈൽ നമ്പർ, അക്കൗണ്ട് നമ്പറൊക്കെയാണ് ഉണ്ടായിരിക്കുക. അടുത്തായിട്ട് നമുക്ക് ഇവിടെ മുകൾ ഭാഗത്ത് കാണുന്ന സെർച്ച് ഓപ്ഷൻ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ സെർച്ച് ഓപ്ഷനിൽ ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്ഷൻസ് ഒരുപാട് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം. മറ്റ് ബാങ്കിങ് ആപ്ലിക്കേഷനുകൾ അപേക്ഷിച്ച് ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ പെട്ടെന്ന് സെലക്ട് ചെയ്ത് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെർച്ച് ഓപ്ഷൻ മുഖേന ഇതിൽ നിന്നും നമുക്ക് വേണ്ട ഓപ്ഷൻ ഏതാണെന്നുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കാനായിട്ടും വളരെ പെട്ടെന്ന് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സാധിക്കും.
ശേഷം അടുത്തായിട്ട് വരുന്നത് നോട്ടിഫിക്കേഷൻസ് ആണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിൽ നോട്ടിഫിക്കേഷൻ ഒന്നുമില്ല, അതുകൊണ്ടൊന്നും കാണിക്കാത്തത്. അടുത്തായിട്ട് വരുന്നത് ലോഗൗട്ടിൻ്റെ ബട്ടണാണ്. അപ്പോൾ നമുക്ക് ആ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സെക്ഷൻ ലോഗൗട്ട് ചെയ്യുന്നതിന് ആ ഒരു ബട്ടൺ വഴി സാധിക്കുന്നതാണ്. ശേഷം അടുത്തായിട്ട് വരുന്നത് മൈ പോർട്ട്ഫോളിയോ എന്നുള്ളതാണ്. അതിലൊന്നാമത് സേവിങ്സ് അക്കൗണ്ട്, OD അക്കൗണ്ട്, ഡെപ്പോസിറ്റ്സ് അക്കൗണ്ട്, ലോൺ അക്കൗണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള നമ്മുടെ ഏതൊക്കെ അക്കൗണ്ടുകൾ ഉണ്ടോ അതിൻ്റെയൊക്കെ ബാലൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്കതൊന്നും ഓപ്പൺ അല്ല, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കത് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ബാലൻസ് നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശേഷം അടുത്തായിട്ട് വരുന്നത് ബാങ്കിങ് സർവീസുകളാണ്. അപ്പോൾ നമ്മുടെ ബാങ്കിങ് സർവീസുകൾ ആക്ടിവേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ താഴെയുള്ള മൈ ബാങ്കിങ് എന്നുള്ള ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് മുകൾ ഭാഗത്തായിട്ട് കാണാം ആക്ടിവേറ്റ് അക്കൗണ്ട് എന്നുള്ളത്. അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആക്ടിവേഷൻ ചെയ്യാനുള്ള സ്ക്രീൻ വന്നിട്ടുണ്ടായിരിക്കും. അവിടെ നമുക്ക് ആക്ടിവേറ്റ് മൊബൈൽ ബാങ്കിങ് സർവീസസ് എന്നുള്ള ബട്ടൺ കാണാം. അപ്പോൾ നമ്മൾ ആ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ മൊബൈൽ ബാങ്കിങ് സർവീസുകൾ നമ്മൾ ആക്ടിവേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതോടുകൂടി നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമുക്കൊരു MPIN ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. എൻ്റർ MPIN എന്നുള്ള ഭാഗത്ത് നമ്മളൊരു 6 പിൻ നമ്പർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ഈ ടിക്ക് മാർക്കിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് റീഎൻ്റർ MPIN എന്നുള്ളൊരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത അതേ 6 പിൻ നമ്പർ ഒരിക്കൽ കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ടിക്കിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ആക്ടിവേഷൻ ചെയ്യാനുള്ള ടൈപ്പാണ് ചോദിക്കുന്നത്. ആക്ടിവേഷൻ കോഡ്, ഡെബിറ്റ് കാർഡ് എന്ന് 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിന്ന് നമ്മളൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. ഇതിൽ ആക്ടിവേഷൻ കോഡ് എന്നുള്ളത് ബൈ ബ്രാഞ്ച് ആണ്. അപ്പോൾ നമ്മൾ ബ്രാഞ്ച് വിസിറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് ആ കോഡ് കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഈ ഒരു വിൻഡോ ഇതുപോലെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് വരുന്നത് എൻ്റെ ഡെബിറ്റ് കാർഡ് നമ്പറാണ്. അപ്പോൾ നമ്മുടെ ഡെബിറ്റ് കാർഡ് നമ്പർ, നമ്മുടെ ATM കാർഡിൻ്റെ നമ്പർ നമ്മൾ അവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് വരുന്നത് എക്സ്പയറി ഡേറ്റ്, ATM പിന്ന്, ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ അവിടെ കൃത്യമായിട്ട് നമ്മുടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ATM കാർഡിൻ്റെ നമ്പറും അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റും അതുപോലെ ATM കാർഡിൻ്റെ പിൻ നമ്പറും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന ഭാഗം ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഹൈഡ് ചെയ്തുള്ളത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും. അവിടെ മുകൾ ഭാഗത്ത് നമ്മുടെ ATM കാർഡിൻ്റെ ഒരു രൂപം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതിന് താഴെയായിട്ട് നമ്മുടെ അക്കൗണ്ട് നമ്പർ നമുക്ക് അവിടെ കാണാം. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് സെലക്ട് ചെയ്യാനുള്ള വിൻഡോ ആണ് ഇവിടെ. അവിടെ നിന്ന് നമ്മൾ ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ അക്കൗണ്ടുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് നമ്മുടെ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് കാണാം ആക്ടിവേഷൻ സക്സസ്ഫുൾ എന്നുള്ളത്. അതിന് താഴെയായിട്ട് നമ്മുടെ അക്കൗണ്ട് നമ്പർ, ആക്റ്റീവ് എന്നുള്ള സ്റ്റാറ്റസ് കാണാം, അതുപോലെ തന്നെ പ്രൈമറി അക്കൗണ്ട് എന്നുള്ളതും കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആക്ടിവേഷൻ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെയുള്ള ആഡ് ന്യൂ അക്കൗണ്ട് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ അക്കൗണ്ട് വീണ്ടും ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടൊന്ന് പുറകോട്ട് തന്നെ വരാം. അപ്പോൾ നമുക്ക് ഈ ബാക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ബാങ്കിങ് സർവീസസ് ആക്ടിവേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ മുകൾ ഭാഗത്ത് വ്യൂ ബാലൻസ് എന്നുള്ള ഈ ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. ശേഷം ബാങ്കിങ് സർവീസസുകൾ താഴെയായിട്ട് മോർ എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. അതിൽ സെൻഡ് മണി, ഡയറക്റ്റ് പേ, മൈ ബെനിഫിഷ്യറി, ഈ പാസ്ബുക്ക്, കാർഡ്ലെസ് ക്യാഷ്, ഡൊണേഷൻ, ഹിസ്റ്ററി, രജിസ്റ്റർ UPI, സ്കാൻ ആൻഡ് പേ ടു UPI ID തുടങ്ങിയിട്ടുള്ള ബാങ്കിങ് സർവീസുകളെല്ലാമാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. അടുത്തായിട്ട് നമുക്ക് താഴെയുള്ള ഈ കാർഡ് എന്നുള്ള ഓപ്ഷൻസ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാർഡിൻ്റെ ഓപ്ഷൻസ് ഇതുപോലെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. കാർഡ് നമുക്ക് അവിടെ മുകളിൽ നമ്മുടെ ഒരു കാർഡിൻ്റെ ഡിജിറ്റൽ രൂപം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതിന് താഴെയായിട്ട് ബ്ലോക്ക് ഓർ അൺബ്ലോക്ക് കാർഡ്, ഡൊമസ്റ്റിക് യൂസേജ്, പിൻ ജനറേഷൻ എന്നിങ്ങനെയുള്ള ഡെബിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തെ ഓപ്ഷനിൽ ബ്ലോക്ക് ഓർ അൺബ്ലോക്ക് കാർഡ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ബ്ലോക്ക് ആയ കാർഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ അൺബ്ലോക്ക് ചെയ്യാനോ ആയിട്ട് ഈ ഒരു ഓപ്ഷൻ വഴി നമുക്ക് സാധിക്കുന്നതാണ്. അടുത്തായിട്ട് വരുന്നത് ഡൊമസ്റ്റിക് യൂസേജ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കുക. ഇതിൽ നമ്മുടെ ഡൊമസ്റ്റിക് യൂസേജ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ളതാണ്. അതിൽ ഒന്നാമതായിട്ട് വന്നുള്ളത് ഓൺലൈൻ കൊമേഴ്സ് പർച്ചേസ് നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ എമൗണ്ട് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഓപ്ഷന്. രണ്ടാമത്തേത് വരുന്നത് ക്യാഷ് വിഡ്രോവൽ നമുക്ക് ഓൺ ചെയ്യാനും അതുപോലെ തന്നെ ഓഫ് ചെയ്യാനും അതുപോലെ എമൗണ്ടിൻ്റെ ലിമിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാനും ഉണ്ട്. അടുത്തത് വരുന്നത് POS ആണ്, പോയിന്റ് ഓഫ് സെയിൽ. നമ്മുടെ ക്യാഷ് സ്വൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്താനൊക്കെ ഉള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അത് ഓൺ ചെയ്യാനും അതുപോലെ ഓഫ് ചെയ്യാനും അതിൻ്റെ എമൗണ്ട് മോഡിഫൈ ചെയ്യാനും മോഡിഫൈ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ എമൗണ്ട് സെറ്റ് ചെയ്യാനൊക്കെയാണ് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കുന്നത്. ഇത്രയൊരു ഓപ്ഷൻസ് ആണ് ഡൊമസ്റ്റിക് യൂസേജ് എന്നുള്ളതിൽ വരുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ ഒരു സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് വരുന്നത് പിൻ ജനറേഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പിൻ ജനറേഷൻ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ടായിരിക്കും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ATM കാർഡിൻ്റെ പിന്ന് സെറ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്ന പിൻ നമ്പർ നമുക്ക് മാറ്റി പുതിയ പിൻ നമ്പർ റീസെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.
അടുത്ത ഓപ്ഷൻ ആയിട്ട് വരുന്നത് പ്രൊഫൈൽ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ പ്രൊഫൈൽ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. അവിടെ താഴെയായിട്ട് ബാങ്കിങ് എന്നുള്ളതിന്റെ താഴെയായിട്ട് ഓപ്ഷൻസ് നമുക്ക് കാണാം. ഡി രജിസ്റ്റർ, ചേഞ്ച് എം പിൻ, ഫോർഗോട്ട് എം പിൻ, ചേഞ്ച് പാസ്കോഡ്, ഗെറ്റ് MMID, മൈ അക്കൗണ്ട്സ്, MB ഫണ്ട് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡി രജിസ്റ്റർ എന്നുള്ള ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ബാങ്കിങ് സർവീസുകൾ ഇനി മൊബൈൽ ബാങ്കിങ് സർവീസുകൾ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നെറ്റ് ബാങ്കിങ് സർവീസുകൾ നമ്മൾ ഡി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ മുഖേന നമുക്ക് സാധിക്കുന്നതാണ്. അതിൽ അടുത്തായി വരുന്നത് ചേഞ്ച് എം പിൻ എന്നുള്ളതാണ്. നമ്മുടെ എം പിൻ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ മുഖേനയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അടുത്ത് വരുന്നത് ഫോർഗോട്ട് എം പിൻ എന്നുള്ളതാണ്. നമ്മുടെ എം പിൻ നമ്മൾ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റീസെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്ഷൻ വഴി, അതുപോലെ തന്നെ നമ്മുടെ പാസ്കോഡ് ചേഞ്ച് ചെയ്യുന്നതും ഇത് വഴിയാണ് ചെയ്യേണ്ടത്. ഗെറ്റ് MMID, മൈ അക്കൗണ്ട്സ് എന്നുള്ളത് നമ്മുടെ അക്കൗണ്ടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഒക്കെ നമ്മുടെ പ്രൊഫൈൽ എന്നുള്ളതിലാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ വരുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇവിടെ താഴെയുള്ള ഓൾ എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് വീണ്ടും ഒരു ഹോം സ്ക്രീനിലോട്ട് തന്നെ വരും. അപ്പോൾ നമ്മൾ ആ ഒരു ഹോം സ്ക്രീനിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ മുകൾ ഭാഗത്ത് ഒരു ഓഫ് ഓൺ എന്നുള്ള ഒരു ബട്ടൺ കൂടെ അഡീഷണൽ ആയിട്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ബാങ്കിങ് സർവീസുകൾ ആക്ടിവേഷൻ ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു ഓഫ് ഓൺ ബട്ടൺ നമുക്ക് ആക്ടിവേഷൻ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടുകളുടെ ബാലൻസ് നമുക്കിവിടെ ഫ്രണ്ട് സ്ക്രീനിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് എത്ര അക്കൗണ്ടുകളുണ്ട്, നമുക്ക് ഏതെല്ലാം അക്കൗണ്ടുകളുണ്ടോ ആ അക്കൗണ്ടുകളുടെയൊക്കെ ബാലൻസ് നമുക്കവിടെ വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. സേവിങ്സ് അക്കൗണ്ട്, OD അക്കൗണ്ട്, ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ലോൺ അക്കൗണ്ട് തുടങ്ങി ഓരോ അക്കൗണ്ടുകളുടെ ബാലൻസ് നമുക്കവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി അഥവാ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാലൻസ് അവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വലതുവശത്തുള്ള ഈ റിഫ്രഷ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് നമുക്ക് ഓപ്പൺ ആയി വരും. ഇനി അടുത്ത മെയിൻ ഓപ്ഷൻ നമുക്ക് നോക്കാനുള്ളത് പേ ആൻഡ് ട്രാൻസ്ഫർ എന്നുള്ളതാണ്. നമുക്ക് മറ്റൊരാൾക്ക് ക്യാഷ് പേ ചെയ്യാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവിടെ കാണാം. സെൻഡ് മണി, ഡയറക്റ്റ് പേ, മൈ ബെനിഫിഷ്യറി, ഈ പാസ്ബുക്ക്, കാർഡ്ലെസ് ക്യാഷ്, ഡൊണേഷൻ, ഹിസ്റ്ററി, ഡൊണേറ്റ് ടു PM കെയർ തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇവിടെ നിന്ന് സെൻഡ് മണി എന്നുള്ള ഒന്നാമത്തെ ഓപ്ഷനിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ആദ്യത്തേത് വരുന്നത് ഓൾ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പേ ചെയ്തിട്ടുള്ള ബെനിഫിഷ്യറികളെ, നമ്മൾ മുമ്പ് ആഡ് ചെയ്ത ബെനിഫിഷ്യറി ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ നിന്നും നമുക്ക് ആർക്കാണോ പേയ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത് വരുന്നത് ഫേവറേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫേവറേറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. അടുത്ത ഓപ്ഷൻ വരുന്നത് ഓൺ അക്കൗണ്ട് എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ തന്നെ സ്വന്തം മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ മുഖേന സാധിക്കുന്നതാണ്. ഇനി നമുക്ക് പുതിയൊരു ബെനിഫിഷ്യറി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ആഡ് ബെനിഫിഷ്യറി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ മുഖേന നമുക്ക് പുതിയ ബെനിഫിഷ്യറി ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ആഡ് ബെനിഫിഷ്യറി എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുന്നതോടുകൂടെ നമുക്ക് ഇതുപോലൊരു ഇന്റർഫേസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ വിത്തിൻ കനറ, അതർ ബാങ്ക് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന വ്യക്തിയുടെ അക്കൗണ്ട് കനറ ബാങ്ക് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് നമ്പർ, റീഎൻ്റർ അക്കൗണ്ട് നമ്പർ, ബെനിഫിഷ്യറി നെയിം, നിക് നെയിം തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം താഴെയുള്ള കൺഫേം എന്നുള്ള ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു ബെനിഫിഷ്യറി ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ബെനിഫിഷ്യറി മറ്റു ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതർ ബാങ്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്ഷൻസോടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. അതിൽ തന്നെ അക്കൗണ്ട്, IFSC, മൊബൈൽ MMID എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് ഓപ്ഷൻ മുഖേന നമുക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ഓപ്ഷന് അക്കൗണ്ട് IFSC എന്നുള്ളതാണ്. അത് ഡീഫോൾട്ട് ആയിട്ട് അവിടെ സെലക്ട് ആയിട്ടുണ്ടായിരിക്കും. നമ്മുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ IFSC കോഡും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ഈ ഒരു മെത്തേഡ്. അതിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ബാങ്ക് നെയിം തുടങ്ങിയ കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ വീണ്ടും ഒരു മെയിൻ സ്ക്രീനിലോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ വരുന്നത് ഡയറക്റ്റ് പേ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്ഷൻസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. വിത്തിൻ കനറ, അതർ ബാങ്ക് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ വിത്തിൻ കനറ എന്നുള്ള ഓപ്ഷനിൽ അക്കൗണ്ട് നമ്പർ, റീഎൻ്റർ അക്കൗണ്ട് നമ്പർ, ബെനിഫിഷ്യറി നെയിം, നിക് നെയിം തുടങ്ങി ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് എൻ്റർ ചെയ്യാനുള്ളത്. അത് എൻ്റർ ചെയ്തതിനു ശേഷം താഴെയുള്ള കൺഫേം എന്നുള്ള ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു വ്യക്തിക്ക് ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മറ്റു ബാങ്കുകളിലെ അക്കൗണ്ടുള്ള വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ അതർ ബാങ്ക് എന്നുള്ള ഈ ഓപ്ഷൻ മുഖേന നമുക്ക് ആ ഒരു വ്യക്തികൾക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ ആ ഒരു ഹോം സ്ക്രീനിലോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ വരുന്നത് മൈ ബെനിഫിഷ്യറി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ബെനിഫിഷ്യറി കംപ്ലീറ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ പുതിയ ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നതിന് വേണ്ടി താഴെയുള്ള ആഡ് ബെനിഫിഷ്യറി എന്നുള്ള ബട്ടൺ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ബെനിഫിഷ്യറി എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വലതുവശത്തുള്ള 3 ഡോട്ടിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എഡിറ്റ്, ഡിലീറ്റ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഓപ്പൺ ആയി വരും. അപ്പോൾ അതിൽ എഡിറ്റ് എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ആ ഒരു ബെനിഫിഷ്യറിയുടെ ഡീറ്റെയിൽസ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് നമുക്ക് എന്ത് ഡീറ്റെയിൽസ് ആണോ എഡിറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡീറ്റെയിൽസുകൾ ഇവിടെ എഡിറ്റ് ചെയ്തതിനു ശേഷം താഴെയുള്ള കൺഫേം എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു വിവരം ഉറപ്പിക്കാവുന്നതാണ്. നമുക്ക് ആ ഒരു ബെനിഫിഷ്യറി ഇനി ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആ ഡോട്ടിൽ എൻ്റർ ചെയ്തതിനു ശേഷം ഡിലീറ്റ് എന്നുള്ള ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഡിലീറ്റ് ബെനിഫിഷ്യറി എന്നുള്ളൊരു കൺഫേം ചെയ്യാനുള്ളൊരു മെസ്സേജ് വരും. അപ്പോൾ നമ്മൾ അതിലൊന്ന് കൺഫേം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബെനിഫിഷ്യറി നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ശേഷം നമ്മൾ വീണ്ടും ഒരു ഹോം സ്ക്രീനിലോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ വരുന്നത് ഈ പാസ്ബുക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ നമ്മൾ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതുപോലെ ഓപ്ഷൻസ് കാണാം. ലാസ്റ്റ് 10 ഡേയ്സ്, ലാസ്റ്റ് 1 മന്ത്, ലാസ്റ്റ് 3 മന്ത്സ്, ലാസ്റ്റ് 6 മന്ത്, ലാസ്റ്റ് 1 ഇയർ തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് അതിലൊന്നും ഏത് പീരീഡിലെയാണോ നമുക്ക് പാസ്ബുക്ക് കാണേണ്ടത്
കാണേണ്ടത് എന്നുള്ളതിൽ നിന്ന് നമുക്കൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാസ്ബുക്ക്, ആ ഒരു രീതിയിലുള്ള പാസ്ബുക്ക് നമുക്ക് ഓപ്പൺ ആയി വരും. ഇനി നമുക്ക് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് കസ്റ്റം ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ താഴെ നമുക്ക് വേണ്ട പീരിയഡിന് വേണ്ടിയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഡേറ്റ് ഫ്രമും ടൂവും സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പീരിയഡിലുള്ള പാസ്ബുക്ക് ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പാസ്ബുക്ക് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ ഡൗൺലോഡ്, ഷെയർ എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു പാസ്ബുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് നേരിട്ട് മെയിൽ അയക്കാനോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും അതിനും സാധിക്കുന്നതാണ്. വീണ്ടും നമ്മൾ ആ ഒരു ഹോം സ്ക്രീനിലോട്ട് തന്നെ വരുമ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷനായിട്ട് വരുന്നത് കാർഡ്ലെസ് ക്യാഷ് എന്നുള്ളതാണ്. ഈ ഒരു ഓപ്ഷൻ മുഖേന നമുക്ക് നമ്മുടെ ATM കാർഡ് ഇല്ലാതെ തന്നെ നമ്മുടെ ATM മെഷീൻ വഴി നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ATM കാർഡിൻ്റെ ഒരു ഡിജിറ്റൽ രൂപം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിന് താഴെയായിട്ട് നമ്മുടെ അക്കൗണ്ട് നമ്പർ എന്നുള്ളതിൽ നമ്മുടെ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് താഴെ നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ ഉണ്ടായിരിക്കും. അതിന് താഴെ നമുക്ക് വിഡ്രോ ചെയ്യേണ്ട എമൗണ്ട്, ആ എമൗണ്ട് എന്നുള്ളതിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ 1 ടൈം പിൻ എന്നുള്ളത് കാണാം. ആ ഭാഗത്ത് നമ്മളൊരു ടെമ്പററി ആയിട്ട് ഒരു പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ATM കാർഡ് ഇല്ലാതെ തന്നെ നമുക്ക് ATM മെഷീൻ വഴി ക്യാഷ് വിഡ്രോവൽ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. അടുത്ത ഓപ്ഷൻ വരുന്നത് ഡൊണേഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. അവിടെ നമുക്ക് ട്രസ്റ്റ് നെയിം എന്നുള്ളതിൽ നിന്ന് അതിലുള്ള ട്രസ്റ്റുകളുടെ നെയിം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു സംഘടനകൾക്ക് വേണ്ടിയിട്ട് ഡൊണേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അടുത്ത് വരുന്നത് ഹിസ്റ്ററി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഹിസ്റ്ററി എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ നടത്തിയുള്ള ട്രാൻസാക്ഷൻ്റെ എല്ലാ ഹിസ്റ്ററി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അടുത്ത ഓപ്ഷനായിട്ട് വരുന്നത് ഡൊണേറ്റ് ടു PM കെയർ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ PM കെയറിലേക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റ് ഡൊണേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ബട്ടൺ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു പേയ്മെന്റ് നടത്താനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത ഓപ്ഷൻ വരുന്നത് UPI എന്നുള്ളതാണ്. അവിടെ മോർ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഓപ്ഷൻസ് മുഴുവനായിട്ട് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. രജിസ്റ്റർ, സ്കാൻ ആൻഡ് പേ, ടു UPI ID, റിക്വസ്റ്റ് മണി, അപ്രൂവ് പേയ്മെന്റ്, മൈ UPI അക്കൗണ്ട്, മാൻഡേറ്റ്, കനറ ഫാസ്റ്റ് ടാഗ്, BIM ഓഫർ തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ UPI എന്നുള്ളതിൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ഓപ്ഷനായിട്ട് വരുന്നത് ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ലൈഫ് സ്റ്റൈൽ എന്നുള്ളതിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണെന്നുള്ളത് നോക്കാം. റീചാർജ്, ഹോട്ടൽ, ബസ്, ഷോപ്പിംഗ്, ഫ്ലൈറ്റ്, ക്യാബ്, ക്രെഡിറ്റ് സ്കോർ തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെയാണ് ലൈഫ് സ്റ്റൈൽ എന്നുള്ളതിൽ വരുന്നത്. അടുത്ത് വരുന്നത് ഡെപ്പോസിറ്റ്സ് എന്നുള്ളതാണ്. ഡെപ്പോസിറ്റ്സ് എന്നുള്ളതിൽ ഓപ്പൺ ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ടേം ഡെപ്പോസിറ്റ് റെസിപ്റ്റ്, കനറ ധനവർഷ, RD ഡീറ്റെയിൽസ്, പേയ്മെന്റ് ഓഫ് RD ഇൻസ്റ്റാൾമെന്റ്, പ്രീമച്വർ ക്ലോഷർ ഓഫ് RD, ക്ലോസ് ഫിക്സഡ് ഡെപ്പോസിറ്റ്, മോഡിഫൈ ഫിക്സഡ് ഡെപ്പോസിറ്റ് തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെയാണ് ഡെപ്പോസിറ്റ്സ് എന്നുള്ളതിന്റെ അണ്ടറിലായിട്ട് വരുന്നത്. ഇത്തരത്തിൽ വളരെയധികം ഓപ്ഷൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടും അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ആപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കനറ ബാങ്കിൽ അക്കൗണ്ടുള്ള ഏതൊരാൾക്കും കനറ ബാങ്കിൻ്റെ ഈ ഒരു മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കനറ ബാങ്ക് മൊബൈൽ ബാങ്കിങ് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്നതിന് വേണ്ടി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.